മോർണിംഗ്. വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സിംപ്ലിഫിക്കേഷൻ്റെ ആ ഹെഡിങ്ങിൽ മൂന്നാമത്തെ ക്ലാസ്സാണ്. ഈ ഒരു ക്ലാസ്സിൽ ഇതിലും കുറച്ച് പഴയ കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പിന്നെയും നിങ്ങളെ റിമൈൻഡ് ചെയ്യുന്നത്. സൈൻ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിഹ്നങ്ങളുടെ നിയമങ്ങൾ ക്രിയകൾ ചെയ്യുമ്പോൾ ചിഹ്നങ്ങൾ എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ മാറും എന്നുള്ള കാര്യങ്ങളാണ്. നമ്മളതൊരു ചെറിയ ക്ലാസ്സുകൾ തൊട്ട് തന്നെ പഠിച്ചു വരുന്നതാണ്. ഒരേ ചിഹ്നമുള്ളവ ചെയ്യുമ്പോൾ വരുന്ന കാര്യങ്ങളും വ്യത്യസ്തമായ ചിഹ്നങ്ങൾ ഉപയോഗിച്ചിട്ട് ക്രിയകൾ ചെയ്യുമ്പോൾ വരുന്ന കാര്യങ്ങളും. ഈ 4 ക്രിയകളും അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഈ 4 കാര്യങ്ങളും ചെയ്യുമ്പോൾ ചിഹ്നങ്ങൾ മാറുന്നതിനൊക്കെ അനുസരിച്ച് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നതിനെ പറ്റിയാണ് ആദ്യമായിട്ട് ഞാൻ പറയുന്നത്. അപ്പോൾ അതിൽ അഡീഷൻ ആണെങ്കിൽ 2 സംഖ്യകളെ അല്ലെങ്കിൽ 2 അതിലധികം സംഖ്യകൾ തമ്മിൽ നമ്മൾ ആഡ് ചെയ്യണം. എന്ത് ചെയ്യണം എന്നുള്ളതാണ് നമുക്കറിയാം. 2 സംഖ്യകൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ when adding 2 numbers with the same sign, ഒരേ ചിഹ്നമാണെങ്കിൽ when adding 2 numbers with the same sign, write the corresponding sign and just add the 2 numbers. അതേ ചിഹ്നം തന്നെ ആയിരിക്കും വരിക. ആ സംഖ്യകളെ തമ്മിൽ നമ്മൾ ആഡ് ചെയ്താൽ മതി. എന്ന് പറഞ്ഞാൽ 2 കൂട്ടണം 2 4, രണ്ടും പോസിറ്റീവാണ്. -2 + -2 -4. ഇത് നമ്മൾ ആഡ് ചെയ്യുന്നു, എന്നിട്ട് ആ ചിഹ്നങ്ങൾ കൊടുക്കും. ഇനി when adding 2 numbers with different signs, write the sign of the greater number and then do the subtraction. അവിടെ വ്യത്യാസം വന്നു. രണ്ടും വേറെ വേറെ ചിഹ്നങ്ങളാണെങ്കിൽ എന്താ പറഞ്ഞത്? വലിയ സംഖ്യയുടെ ചിഹ്നമാണ് വരിക. എന്നിട്ട് നമ്മൾ വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ മൈനസ് ചെയ്തിട്ടുള്ള ഉത്തരമാണ് എഴുതേണ്ടത്. ഫോർ എക്സാമ്പിൾ -3 + 2 എന്നാവുമ്പോൾ വലിയ സംഖ്യ എന്ന് പറയുമ്പോൾ ചിഹ്നമില്ലാതെ സംഖ്യ വലുത് 3 ആണ്, -3 ആണ്. അപ്പോൾ ഉത്തരവും മൈനസ് ആയിരിക്കും. എന്നിട്ട് ചെയ്യേണ്ടത് സബ്ട്രാക്ഷൻ ആണ്. 3 - 2 ആണ് ചെയ്യേണ്ടത്. 1 എന്ത് -1 ആണ് ഉത്തരം വരിക. ഇത് -3 + 2 എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ചിട്ട് വലിയ സംഖ്യയുടെ ചിഹ്നം കൊടുക്കുക എന്നാണ് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്നത്. വലിയ സംഖ്യ 3, അതിൽ നിന്ന് ചെറിയ സംഖ്യ 2 കുറച്ചിട്ട് വലിയ സംഖ്യയുടെ ചിഹ്നമായ മൈനസ് കൊടുക്കുക. ആ രീതിയിലാണ് വേറെ വേറെ ചിഹ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ചെയ്യാം. ഇനി സബ്ട്രാക്ഷൻ ആവുമ്പോൾ, മൈനസ് ചെയ്യുമ്പോൾ, when subtracting 2 numbers, change the sign of the subtrahend and do the addition operation. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞിരുന്നത്. ടേംസ് നമ്മൾ ജനറലായിട്ട് ടേംസ് പറഞ്ഞപ്പോൾ പിന്നെയും ആവശ്യം വരുമെന്ന് പറഞ്ഞിരുന്നു. സബ്ട്രാഹൻഡ് ഏത് സംഖ്യയാണോ കിഴിക്കുന്നത് അതിനെയാണ് നമ്മൾ സബ്ട്രാഹൻഡ് എന്ന് പറയുക. അപ്പോ മൈനസ് ചെയ്യുമ്പോൾ കിഴിക്കുന്ന സംഖ്യയുടെ ചിഹ്നം മാറ്റിയിട്ട് കൂട്ടണം എന്നാണ് നിയമം. അപ്പൊ അത് രണ്ടും പോസിറ്റീവ് നമ്പേഴ്സ് ആണെങ്കിൽ നമുക്ക് അങ്ങനത്തെ നിയമം ഉപയോഗിക്കേണ്ട കാര്യമില്ല. എന്തായാലും റിസൾട്ട് രണ്ടും ഒന്ന് തന്നെ കിട്ടും. അതായത് നമ്മൾ 3 - 2 എന്ന് എഴുതി കഴിഞ്ഞാൽ 1 എഴുതുന്നത് ഈ റൂൾ അനുസരിച്ച് ചെയ്താൽ നമ്മൾക്ക് 1 തന്നെ ആയിരിക്കും കിട്ടുക. വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യാറില്ല. പക്ഷെ വേറെ വേറെ ചിഹ്നങ്ങളാവുമ്പോൾ, 2 സംഖ്യകൾക്കും വേറെ വേറെ ചിഹ്നങ്ങളാവുമ്പോൾ ഏത് സംഖ്യയാണോ നമ്മൾ മൈനസ് ചെയ്യുന്നത് ആ സംഖ്യയുടെ ചിഹ്നം മാറ്റിയിട്ട് സംഖ്യകളെ തമ്മിൽ കൂട്ടുകയാണ് വേണ്ടത്. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കേസാണ്. അതുപോലെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു 3 - 2 നമ്മൾ 2 എന്ന് എഴുതി. ഇനി 3 - -2 എന്ന് വരികയാണെങ്കിൽ ആ -2ന്റെ ചിഹ്നം മാറ്റണം. അത് പ്ലസ് ആക്കണം, പ്ലസ് ആക്കണം. എന്നിട്ട് അഡീഷൻ ചെയ്യണം. അപ്പൊ എന്താവും? 3 + 2 5 എന്നായിരിക്കും ഉത്തരം കിട്ടുക. ഓക്കെ. ഇനി -3 - 2 എന്നാണെങ്കിലോ, -3 - 2 എന്നാണെങ്കിൽ എന്താണ്? കുറക്കേണ്ട സംഖ്യ 2 ആണ്.
അതിന്റെ ചിഹ്നം മാറ്റണം, അത് മൈനസ് ആക്കണം, എന്നിട്ട് ആഡ് ചെയ്യണം. അപ്പോൾ -3 പ്ലസ് -2 എന്നാവും, -5 എന്നാവും ഉത്തരം വരിക. അതേപോലെ -3 -2 എന്നാകാം, രണ്ടും മൈനസ് വരാം. അപ്പോഴും അപ്പൊ എന്താവും, -3 -2 എന്നുള്ളത് -3 പ്ലസ് രണ്ടിന്റെ മൈനസും പ്ലസ് ആക്കണം, -3 പ്ലസ് 2 എന്നാകും, -1 എന്ന ഉത്തരം കിട്ടും. ഇത് 4 രീതിയിൽ ചെയ്യുമ്പോൾ 4 ഉത്തരങ്ങൾ കിട്ടും. അതായത് +1 കിട്ടും, -1 കിട്ടും, +5 കിട്ടും, -5 കിട്ടും. ആ രീതിയിലാണ് വരിക. അത് ശ്രദ്ധിക്കണം. ഇപ്പോൾ തെറ്റിപ്പോകുന്നതാണ്, കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്. പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ, അതിൽ നമ്മൾക്ക് ഒരേ ഇത് തന്നെയാണ് വരുന്നത്. അതായത് പിന്നെ രണ്ടിലും ഒരേ നിയമം തന്നെയാണ് വരുന്നത്. രണ്ടിലും അത് മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിലും ഡിവിഷൻ ആണെങ്കിലും ഒരേ നിയമം തന്നെയാണ്. ഇത് when we multiply or divide two numbers with the same sign, the result will be positive, and if the numbers are of different sign, the result will be negative. ഇത്രേ പറയുന്നുള്ളൂ. അതായത് നമ്മൾ ഗുണിക്കുകയോ ഹരിക്കുകയോ ചെയ്യുമ്പോൾ രണ്ട് സംഖ്യകൾ ഒരേ ചിഹ്നമാണെങ്കിൽ ഉത്തരം പോസിറ്റീവ് ആയിരിക്കും. രണ്ട് സംഖ്യകളും വേറെ വേറെ ചിഹ്നങ്ങളാണെങ്കിൽ ഉത്തരം നെഗറ്റീവ് ആയിരിക്കും. അത് നമ്മൾ ക്രിയ ചെയ്ത് കഴിഞ്ഞതിന്റെ ശേഷമാണ് ചിഹ്നത്തെ പറ്റി ആലോചിക്കുക. ഗുണിക്കാനാണെങ്കിൽ നമ്മൾ ആ സംഖ്യകളെ തമ്മിൽ ഗുണിക്കും, എന്നിട്ടാണ് പിന്നെ ചിഹ്നങ്ങളെ പറ്റി നോക്കുക. അപ്പോൾ രണ്ടും പോസിറ്റീവ് ആണെന്ന് വെച്ചാൽ ഉത്തരം പോസിറ്റീവ്, രണ്ടും നെഗറ്റീവ് ആണെങ്കിലും ഉത്തരം പോസിറ്റീവ്. ഒരു സംഖ്യ പോസിറ്റീവ് ഒരു സംഖ്യ നെഗറ്റീവ് ആയിട്ട് വരികയാണെങ്കിൽ ഉത്തരം നെഗറ്റീവ് ആയി. അതേപോലെ തന്നെയാണ് ഹരണത്തിലും. നമ്മൾ ആദ്യം നമ്പേഴ്സിനെ തമ്മിൽ ഡിവിഷൻ ചെയ്യും, ഡിവിഷൻ ചെയ്ത് കിട്ടിയതിന്റെ ശേഷമാണ് നമ്മൾ ഉത്തരത്തിനെ നോക്കുക. അപ്പൊ അവിടെ ഹരിക്കുന്ന രണ്ട് സംഖ്യകളും ഒരേ ചിഹ്നമുള്ളവയാണെങ്കിൽ ഉത്തരം പോസിറ്റീവ് ആയിരിക്കും. ഹരിക്കുന്ന രണ്ട് സംഖ്യകളും വേറെ വേറെ ചിഹ്നങ്ങളാണെങ്കിൽ ഉത്തരം നെഗറ്റീവ് ആയിരിക്കും. ഞാൻ താഴെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, അത് അവിടെ തെറ്റി വന്നു പോയതാണ്. ഇത് ബ്രാക്കറ്റിന്റെ ഒരു എക്സാമ്പിൾ ആണ്. ജസ്റ്റ് കഴിഞ്ഞ ക്ലാസ്സിലെ എക്സാമ്പിൾ പ്ലേസ് മാറി വിട്ടിപ്പോയതാണ്. അത് 4 ബ്രാക്കറ്റുകളും ഒന്നിച്ച് കാണിച്ചൊരു ഇതാണ്. കഴിഞ്ഞ ക്ലാസ്സിന്റെ ഓർമ്മ ഉണ്ടാവുമല്ലോ. അതായത് ഇത് കാണിച്ചാണ്, ഇതാണ് ബാർ ബ്രാക്കറ്റ്, ഇതാണ് സിമ്പിൾ ബ്രാക്കറ്റ്, ഇതാണ് മിഡിൽ ബ്രാക്കറ്റ്, പിന്നെ ഇതാണ് സ്ക്വയർ ബ്രാക്കറ്റ്. അപ്പൊ ഇങ്ങനെ നമ്മൾ ഇതിന്റെ ഓർഡറിൽ നമ്മൾ ഓപ്പൺ ചെയ്യുകയും ക്ലോസ് ചെയ്യുകയും ചെയ്യാം. അത് അവിടെ പറഞ്ഞ സമയത്ത് അതിനവിടെ കാണാനില്ലായിരുന്നു, അത് ഇങ്ങോട്ട് ചാടിപ്പോകും, ആണ് പറ്റിയത്. ഞാൻ ശ്രദ്ധിച്ചില്ലേ? ഓക്കെ. ഇനി അടുത്തായിട്ട് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നിങ്ങളൊന്ന് ചെയ്യണം. ചെയ്തിട്ട് എനിക്ക് കാണിച്ചു തരണം. അപ്പൊ അത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പേകൾ ഒന്നാമത്തേലും ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ആദ്യം ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ പുറത്ത് ചിഹ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യേണ്ടത്. അപ്പൊ ഉള്ളത്തെ ക്രിയ ചെയ്തിട്ട് അതിനെ 6 കൊണ്ട് ഗുണിക്കുക. ഈ കണക്കിലാണെങ്കിൽ അതേപോലെ ഈ ബ്രാക്കറ്റിന്റെ അകത്തുള്ള ക്രിയകൾ ചെയ്തിട്ട് അതിനെ 3 കൊണ്ട് ഗുണിക്കുക. എന്നിട്ട് 15ൽ നിന്ന സംഖ്യ മൈനസ് ചെയ്യുക. ഇതിലാണെങ്കിൽ നമ്മൾ ആ ബോർഡ് മാസ് റൂൾ അനുസരിച്ച് നിങ്ങൾ ചെയ്തു പോരണം. ഓക്കെ, ആ റൂൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തിട്ട് ചെയ്തു പോകും. ഈ കണക്കും അതേപോലെ തന്നെ ബോർഡ് മാസ് റൂളിന്റെ അപ്ലിക്കേഷൻസ് ആണ്. റൂൾ അനുസരിച്ച് ചെയ്തു പോരാനുള്ള കണക്കുകളാണ് ഇതൊക്കെ. ഇതൊന്നും ചെയ്തിട്ട് എനിക്ക് കാണിച്ചു തരണം. അത് ഇന്നത്തേക്കാണ് അയക്കേണ്ടത് എന്നുള്ളത് ഞാൻ പറയാം. ഓക്കെ. ഇനി അടുത്ത് വരുന്ന ടോപ്പിക്സ് ഭിന്നസംഖ്യയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തുടങ്ങാനാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ തുടങ്ങാം. ഓക്കെ.